മർഹൂം ഡോക്ടർ ബമ്പനെ കുറിച്ച് ഇന്നുവരെ ഒരു രീതിയിലും അദ്ദേഹത്തെ മലീമസമാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. കാരണം എനിക്കറിയാമായിരുന്നു അദ്ദേഹം എപ്പോഴും അധികാരത്തോടൊപ്പം നടന്നിട്ടില്ല. ലക്ഷദ്വീപിൽ നാം എല്ലാവരും ഇന്നും അധികാരം ലഭിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചു വരാറുണ്ട്. ഞാനതിൽ ചെറിയൊരു അഭിപ്രായം പറയുകയാണ്. ലക്ഷദ്വീപിൽ 1947 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ട് നീണ്ട 75 വർഷങ്ങൾ പിന്നിട്ടിട്ടും ലക്ഷദ്വീപിന് ഇതുവരെയായിട്ട് ഒരു ജനായത്ത് സഭയില്ല. അതുകൊണ്ട് നമുക്ക് അധികാരങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി പറയണം. ഇതൊരു അഭ്യർത്ഥനയാണ്. നമുക്ക് അധികാരങ്ങൾ ലഭിച്ചിട്ടില്ല. നമ്മളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ എന്റെ ദ്വീപിലെ നമ്മുടെ ഈ കുഞ്ഞിക്കോയ തങ്ങൾക്കൊക്കെ അവരുടെ കൂടെ ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച എൻകോയ ഹാജിയുമായി ഒരു അഭിമുഖ സംഭാഷണം ഈ അടുത്ത കാലത്ത് നടത്തി. അദ്ദേഹം അന്ന് പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുമായി പണ്ടാരം ഭൂമി വിഷയത്തിലും ഒരുപാട് വിഷയത്തിലും ഡോക്ടർ ബമ്പൻ ഒരുപാട് നേരം സംവദിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും പറയുന്നു ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന്. ആ എൻകോയ ഹാജിയുമായിട്ടുള്ള അഭിമുഖം വൈകാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ എൻകോയ ഹാജി കൃത്യമായിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ തന്റെ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച് തനിക്കൊപ്പം നിൽക്കണമെന്ന് വിളിച്ച ഒരു എണ്ണപ്പെട്ട ഒരു നേതാവാണ് ഡോക്ടർ ബമ്പൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ കോയ എന്ന ആ വലിയ മനുഷ്യൻ, ബമ്പൻ എന്ന ആ വലിയ മനുഷ്യൻ 1977 ഈ ലക്ഷദ്വീപിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്റെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രകടന പത്രിക എന്നുണ്ടാക്കി. ആ പ്രകടന പത്രിക വായിക്കുമ്പോൾ അതിലെ 5ാമത്തെ പോയിന്റ് നിങ്ങൾ വായിക്കണം. ഭൂനികുതി ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല. കാരണം ഇത് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഗോത്ര വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഗോത്ര വിഭാഗങ്ങൾക്ക് മേൽ നിങ്ങൾ ഭൂനികുതി അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം തന്റെ അന്നത്തെ പ്രകടന പത്രികയിൽ 77 എഴുതി ചേർക്കുന്നു. 6ാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നു പണ്ടാരം ഭൂമി വിഷയം. 2019 പണ്ടാരം ഭൂമിയിൽ ലക്ഷദ്വീപ് ടെനൻസി റെഗുലേഷൻ ആക്ടിൽ 15A എന്ന അമെന്റ്മെന്റ് 2019 നമ്മുടെ പാർട്ടിയുടെ മുൻ എം പി ഫൈസൽ സാഹിബിന്റെയും നമ്മുടെ പാർട്ടിയുടെയും ഒക്കെ ഇടപെടൽ കാരണം 15A കൂട്ടിച്ചേർക്കപ്പെട്ടു. നമുക്ക് പണ്ടാരം ഭൂമി തിരിച്ചു തരാൻ വേണ്ടിയുള്ള ഔദ്യോഗികമായിക്കൊണ്ട് 2019 ST കമ്മീഷന്റെ ശുപാർശയോടുകൂടി സെൻട്രൽ ഹോം മിനിസ്ട്രി അത്തരമൊരു അമെന്റ്മെന്റ് നടത്തുന്നത്. ആ വിഷയം 1977 തന്റെ പ്രകടന പത്രികയുടെ 6ാമത്തെ പോയിന്റായി സാക്ഷാൽ ഡോക്ടർ ബമ്പൻ എന്ന ആ ദീർഘവീക്ഷണമുള്ള നേതാവ് കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല 7ാമത്തെ പോയിന്റിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു, അഡ്വൈസറി കൌൺസിൽ എന്നൊരു കൌൺസിൽ ലക്ഷദ്വീപിൽ രൂപീകരിക്കണം, അഡ്വൈസറി കമ്മിറ്റികൾ രൂപീകരിക്കണം, അവർക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകണം, അത് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരാവണം. തീരുന്നില്ല. 15ാമത്തെ പോയിന്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ലക്ഷദ്വീപിന് ഒരു ജനായത്ത് സഭ ആവശ്യമുണ്ട്. അത് നടപ്പിൽ വന്നാൽ മാത്രമേ ലക്ഷദ്വീപുകാരന് പൂർണ്ണമായി തങ്ങളുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് ആ മഹാമനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, ഈ പ്രസ്ഥാനം ഒരിക്കലും പിഴച്ചുപോയിട്ടില്ല. നിങ്ങൾ ഒരിക്കലും തെറ്റായ പാതയിലൂടെ ഞാനും നിങ്ങളും നടന്നുപോയിട്ടില്ല. നമ്മൾ നടക്കുന്നത് സാക്ഷാൽ ഡോക്ടർ മർഹൂം KK മുഹമ്മദ് കോയ എന്ന ആ വലിയ മനുഷ്യൻ കാണിച്ചു തന്ന പാന്താവിലൂടെ, സത്യത്തിന്റെ പാന്താവിലൂടെ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് ലക്ഷദ്വീപ് അദ്ദേഹം സ്വപ്നം കണ്ട സ്വയം പര്യാപ്തമായ ലക്ഷദ്വീപായി എന്ന് മാറുന്നുവോ അതുവരെ ഈ പാർട്ടിയോടൊപ്പം ഞാനും നിങ്ങളും ശക്തമായ രീതിയിൽ ഡോക്ടർ ബമ്പന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.